ഇന്ന് രാവിലെ ദോശയാണ് കേട്ടോ. രാവിലെ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ, അരിയും തേങ്ങയും ചോറും എല്ലാം കൂടെ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശ. അതാണ് മാളും അതിന് മെലിഞ്ഞ ദോശ എന്നാണ് പറയുന്നത്. മാളിനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മരിച്ചെടുക്കണം. കുറേ ദിവസമായി പറയുന്നത് മെലിഞ്ഞ ദോശ ഉണ്ടാക്കുന്നത്. ഉഴുന്നിട്ടുണ്ടാക്കുന്ന ദോശ അവൾക്ക് ഇഷ്ടമല്ല. അപ്പം ഇത് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നത് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇട്ട് വെച്ചു കേട്ടോ. അമലുവിന് ഇന്ന് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നു. അമലുവിന് ഈ ദോശ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചാലും ഞാനത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചിട്ട് ഊറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ശീലമായിപ്പോയി. എന്നാലേ പെർഫെക്റ്റായിട്ട് എനിക്കത് പിന്നെ ചോറ് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ റൈസ് കുക്കറെല്ലാം എടുത്ത് തുടച്ച് വെച്ചു. അതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടാകും കേട്ടോ, ആവി വെള്ളം വീഴുന്നുണ്ടാവും. അത് തുടച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി അമലുവിന് കൊണ്ടുപോകാനുള്ള മീൻ വറുക്കണം. ഞാൻ മീൻ തലേദിവസം തന്നെ കേരമീൻ വാങ്ങിയപ്പം അത് വറുക്കാൻ വേണ്ടിയിട്ട് 3 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് കറിയേക്കാട്ടിലും ഇഷ്ടം വറുത്താണ് കേട്ടോ. പിന്നെ കോളേജിലൊന്നും കറി കൊടുത്തു വിടുന്ന അത്ര ഇതല്ല, അവന് ഇഷ്ടമല്ല കറി കൊണ്ടുവന്ന്. അപ്പോൾ അത് വറുത്തെടുക്കണം. അതിനുശേഷം ഞാൻ പയറും മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചപ്പയറും മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ പാത്രത്തിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് ചോറ് മതി എന്ന് നേരത്തെ പറയും. ഒരു തവി ചോറേ കൊണ്ടുപോകുള്ളൂ, ചോറും കറികളും. പിന്നെ മോര് ഞാൻ വേറൊരു പാത്രത്തിലെടുത്തു. അത് കൂട്ടുമൊന്നുമില്ല, എങ്കിലും ഞാനത് എടുത്തുന്നുള്ളൂ. അങ്ങനെ അമലുവിനെ പറഞ്ഞു വിട്ടു കേട്ടോ. ഇനി മാളുവിൻ്റെ കാര്യമാണ്. മാളുവിൻ്റെ മുടി കെട്ടണം. ഏറ്റവും വലിയ ചടങ്ങ് അതാണ്. മാളുവിൻ്റെ മുടി പിന്നി കെട്ടി കൊടുത്തു വിടണം. എക്സാം ആയ ദിവസം മുടി പിന്നിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവളങ്ങനെ മുടി പിന്നിയേ പോകാറുള്ളൂ. അതുകൊണ്ട് അത് 2 വശത്തും പിന്നി കെട്ടി കൊടുത്തു വിടണം. 2 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അച്ചായനും കഴിച്ചു. ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. മാളുവിനെ കൂടെ പറഞ്ഞു വിട്ടതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ മാളും ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.